പുതുയുഗയാത്രയുടെ ഉദ്ഘാടകൻ, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ കേരളത്തിൽ നിന്ന്, ഉത്തരമലബാറിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ നിയോഗിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ MP, ഈ ജാഥയുടെ നായകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ മുൻ മന്ത്രി ശ്രീ P.J. ജോസഫ് സാർ, RSP സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ CP ജോൺ, UDFൻ്റെ മറ്റ് നേതാക്കന്മാർ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ സമുന്നതരായ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ കെ. സുധാകരൻ, ശ്രീ കൊടിക്കുന്നേൽ, ശ്രീമതി ദീപാജി, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, കാസർഗോഡ് DCC പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാജ്ഭവൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികളെ, പ്രിയമുള്ള നാട്ടുകാരെ, കേരളം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയാണ് പുതുയുഗയാത്രയായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതൃനിര ഒന്നടങ്കം ഈ കുമ്പളയിൽ നിന്ന് ഇന്ന് പ്രയാണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തെ ഇന്നത്തെ നിലയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF ഭരിക്കുന്നു. ആ സർക്കാരിനെതിരെ നമുക്കറിയാം, ജനങ്ങൾ ലഭിച്ച അവസരങ്ങളിലെല്ലാം ആ സർക്കാർ ജനദ്രോഹ സർക്കാരാണ് എന്ന് വിധിയെഴുതിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചാണ്ടിയുമ്മൻ ജയിച്ചു MLA ആയി ഇവിടെയുണ്ട്, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ചേലക്കരയിൽ LDF കഷ്ടിച്ച് ജയിക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ തികയുകയാണ്. എന്തായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്ത്? കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ, ആ ഭരണത്തിൽ തുടരാൻ ആ സർക്കാരിന് അവകാശമില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ, മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ വിധിയെഴുതിയത്. എന്നാൽ കേരള സർക്കാർ അധികാരം വിട്ടൊഴിയാൻ തയ്യാറില്ല. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ, അഭിമാനമുണ്ടായിരുന്നുവെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ്, ഏകാധിപത്യ ശൈലിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ നമുക്കെല്ലാവർക്കും അറിയാം. CPMന്റെ നേതാക്കന്മാരാണ്. ഓരോ പ്രതികളെയും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി അവരെ മോചിപ്പിക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. CPMന്റെ MLA, പത്തനംതിട്ടയിലെ നേതാവ്, അദ്ദേഹം ജയിൽ കിടക്കുകയാണ്. വാസു ജയിൽ കിടക്കുകയാണ്. CPMന്റെ നേതാവ് വാസു ജയിൽ കിടക്കുകയാണ്. അവർക്കെതിരെ പാർട്ടി തലത്തിൽ ഒരു ചെറിയ നടപടി പോലും സ്വീകരിക്കാൻ CPM പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവരെ തൊട്ടാൽ പാർട്ടി നേതൃത്വത്തിന്റെ പങ്ക് അവർ കൃത്യമായിട്ടും പത്രമാധ്യമങ്ങളോട് ജനങ്ങളോട് പറയും. CPM അവരെ ഭയപ്പെടുകയാണ്. ശബരിമലയിലെ യഥാർത്ഥ കൊള്ളക്കാരെ CPM സംരക്ഷിക്കുകയാണ്. എന്നാൽ പയ്യന്നൂരിൽ പാവപ്പെട്ട CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ നടന്ന തിരിമറിയെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പിറ്റേ ദിവസം CPMന്റെ നേതാക്കന്മാർ യോഗം ചേർന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവിനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പക്ഷേ ശബരിമലയിലെ കൊള്ളക്കാരെ, കള്ളന്മാരെ CPM നേതൃത്വം ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളത്തരങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പുതുയുഗയാത്രയുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും സർക്കാർ ജനദ്രോഹ സമീപനം തന്നെയാണ്. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. വന്യമൃഗശല്യം ഇന്ന് വനാതിർത്തിയിൽ മാത്രമല്ല, കേരളത്തിലെ പട്ടണങ്ങളിലും അതിരൂക്ഷമായ വന്യമൃഗശല്യം നിലനിൽക്കുകയാണ്. വിലക്കയറ്റം അതിരൂക്ഷമാണ്. തൊഴിലില്ലായ്മ കേരളത്തിലെ ചെറുപ്പക്കാരെ
നിരാശരാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളെ തുറന്നു കാട്ടി ഒരു പകരം സർക്കാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പകരം ഗവൺമെന്റ് കേരളത്തിൽ രൂപീകരിക്കാൻ പുതുയുഗം തുറക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. ഈ യാത്ര വിജയിപ്പിക്കാൻ കുമ്പളയിൽ എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും UDF-ന്റെ പ്രമുഖരായ നേതാക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദിയും അഭിവാദ്യവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി AICCയുടെ ബഹുമാനായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP യോട് സവിനയം അഭ്യർത്ഥിക്കുന്നു.